എല്ലാവർക്കും SSC RRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇനിയുള്ള എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹിസ്റ്ററിയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിർബന്ധമായിട്ടും നിങ്ങളൊരു നോട്ട്ബുക്കും അതുപോലെ തന്നെ ഒരു പേനയും കയ്യിൽ കരുതിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ RRB അതുപോലെ തന്നെ SSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഈ സ്ലൈഡിൽ എഴുതി ചേർക്കാൻ പറ്റാത്തതായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും ഞാൻ പോയിന്റ്സ് എല്ലാം പറഞ്ഞു പോകും. നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുമുള്ളൂ. അതുകൊണ്ട് ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. Who among the following was the first to use the term Indus Valley Civilization? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടേം എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പദം എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നോട്ട് ചെയ്തോണം, അത് ജോൺ മാർഷലാണ്. PYQ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് ജോൺ മാർഷലാണ്. നോട്ട് ചെയ്യുക. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ടെന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും എന്താണ്? ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ മാർഷലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി ഇതിൻ്റെ ടൈം ലൈൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം ലൈൻ നോട്ട് ചെയ്തോണം. 2500 BC മുതൽ 1750 BC വരെയാണ് എന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 2500 BC മുതൽ 1750 BC വരെയാണ്. ഇനി നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരുപാട് സൈറ്റുകളുണ്ട്. നമുക്കറിയാവുന്ന എന്താണ്? ഹാരപ്പ നമ്മൾ കേട്ടിട്ടുണ്ട്, മോഹൻജദാരോ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ട് എന്ത്? ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്. അതിൻ്റെ ബോർഡർ, അതായത് നോർത്തേൺ മോസ്റ്റ് സൈറ്റ്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നോർത്താണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഓരോ ബോർഡറിലെ, അതായത് നോർത്തിലെയും ഈസ്റ്റിലെയും വെസ്റ്റിലെയും സൗത്തിലെയൊക്കെ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്യുക, പറയാൻ പോവാണ്. നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്? അത് മാണ്ടയാണ്. MANDA. നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഏതാണത്? അത് മാണ്ടയാണ്. മാണ്ട ഇപ്പോൾ എവിടെയാണുള്ളത്? അത് ജമ്മു കാശ്മീരിലാണ്. നോർത്തേൺ മോസ്റ്റ് സൈറ്റ് പറഞ്ഞു. ഇനി സതേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്? ദൈമബാദാണ്. DAIMABAD. എന്താണ്? ദൈമബാദാണ്. ദൈമബാദ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, കിഴക്ക് ഭാഗത്തുള്ള ഏറ്റവും കിഴക്കായിട്ട് കിടക്കുന്ന ഇൻഡസ് സൈറ്റ് ഏതാണ്? ആലംഗീർപൂരാണ്. ഏതാണ്? ആലംഗീർപൂരാണ്. എവിടെയാണത്? അത് ഉത്തർപ്രദേശിലാണ്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും അറ്റത്തായി കിടക്കുന്ന ഇൻഡസ് സൈറ്റ് ഏതാണ്? സുക്കഗെന്തോർ. പ്രൊനൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, സ്പെല്ലിംഗ് ഞാൻ പറയാം. SUTKAGENDOR. സുക്കഗെന്തോർ. അതാണ് എന്ത്? വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി ക്യാപിറ്റൽ സിറ്റീസ്, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന് 2 ക്യാപിറ്റൽ സിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണത്? ഹാരപ്പയും മോഹൻജദാരോയുമാണ്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷന് 2 ക്യാപിറ്റൽ സിറ്റീസ് ഏതൊക്കെയാണ്? ഹാരപ്പയും മോഹൻജദാരോയുമാണ്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആദ്യമായി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ മാർഷലാണ്. മറക്കരുത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം ലൈൻ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 2500 BC മുതൽ 1750 BC വരെയാണ്. ഇനിയും ഇൻഡസ് സൈറ്റിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്? അത് മാണ്ടയാണ്. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സതേൺ മോസ്റ്റ്, ഇപ്പം വടക്ക് കഴിഞ്ഞ് ഇനി നേരെ തെക്കോട്ട് വരാം. സതേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? അത് ദൈമബാദാണ്. സതേൺ മോസ്റ്റ് സൈറ്റ് ദൈമബാദാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ്, കിഴക്ക് അങ്ങേയറ്റത്ത് ആ ഒരു ബോർഡറിൽ കിടക്കുന്ന സൈറ്റ് ഏതാണ്? അത് ആലംഗീർപൂരാണ്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? ആലംഗീർപൂരാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? അത് സുക്കഗെന്തോറാണ്. സുക്കഗെന്തോറാണ്. ഇനി 2 ക്യാപിറ്റൽ സിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹാരപ്പയും മോഹൻജദാരോയുമാണ്. ഇനി നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റ് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോട്ട് ചെയ്യുക, മറക്കരുത്. നോട്ട് ചെയ്ത് വെച്ച് റിവൈസ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. ഈ ഇൻഡസ് സിവിലൈസേഷനിൽ മറ്റൊരു PYQ വന്നിട്ടുള്ളതാണ്. ഇൻഡസ് സിവിലൈസേഷനെ
എന്താണ് ഏത് ടൈപ്പാണെന്ന് ചോദിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? ഇതൊരു അർബൻ സിവിലൈസേഷനാണ്. എന്താണ്? ഒരു അർബൻ സിവിലൈസേഷനാണ്. മറ്റു രീതിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ട്രൂ ഓർ ഫാൾസ് രീതിയിലും വന്നിട്ടുണ്ട്. എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് എ റൂറൽ സിവിലൈസേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അർബൻ സിവിലൈസേഷനാണ്, മറക്കരുത്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. എന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർത്തിരുന്നോണം. ഞാൻ മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്. PYQയിൽ വന്നിട്ടുള്ളത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് ഇവിടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ ഹൗസസ് എന്ന് പറയുന്നത്, വീടുകളൊക്കെ എങ്ങനെയായിരുന്നു? അവർ ഇഷ്ടിക കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ബേൺഡ് ബ്രിക്സ്, ചുടുകട്ടകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരുന്നത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ വീടുകളൊക്കെ ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിട്ടിരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ പോയിന്റ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടേം ആദ്യമായി യൂസ് ചെയ്യുന്നത് ആരാണ്? അത് ജോൺ മാർഷലാണ്, മറക്കരുത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടേം ആദ്യമായി യൂസ് ചെയ്യുന്നത് ആരാണ്? ജോൺ മാർഷലാണ്. ഇനി ഇൻഡസ് സിവിലൈസേഷൻ്റെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? മാണ്ഡയാണ്, ജമ്മു കാശ്മീരിലാണ്. സതേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? അത് ദൈമാബാദ് ആണ്. ദൈമാബാദ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈസ്റ്റേൺ മോസ്റ്റ് കിഴക്കുള്ളത് ഏതാണ്? ആലംഗീർപൂരാണ്, ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് സുക്ക ഗന്തോറാണ്, മറക്കരുത്. ക്യാപിറ്റൽ സിറ്റീസ് ഏതൊക്കെയാണ്? ഹാരപ്പയും മോഹൻജദാരോയുമാണ്. ഇനി അവിടുത്തെ വീടുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ്? 2 or more സ്റ്റോറേഡ് ബിൽഡിങ്സ് ആണ്. എന്താ? 2 അതിൽ കൂടുതലോ നിലകളുള്ള വീടുകളായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് വീടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്ത് തരം സിവിലൈസേഷനാണ്? അർബൻ സിവിലൈസേഷനാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അർബൻ സിവിലൈസേഷനാണ്. ഇനി ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റവും എവിടെ ഉണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു, മറക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് കണ്ടംപററി ടു ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന സിവിലൈസേഷൻ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെയാണ് എന്ത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ തന്നെയാണ്, മറക്കരുത്. അപ്പോൾ ഈ പേര് മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡസ് വാലിക്ക് പകരം ഹാരപ്പൻ എന്നോ ബ്രോൺസ് ഏജ് എന്നോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കരുത്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെ അറിയപ്പെടും എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും അറിയപ്പെടും, അതുപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും അറിയപ്പെടും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഇനി ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ടുള്ള സിവിലൈസേഷൻ ഏതാണ്? അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് ഈജിപ്ഷ്യൻ ആണുള്ളത്. അപ്പം നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം ഏതാണ്? അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ടുള്ള സിവിലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമാണ്. ഇനി അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഈ ഇൻഡസ് പീപ്പിളിനെ എന്തായിരുന്നു വിളിച്ചിരുന്നത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചിട്ടുള്ളതുമാണ്. എന്താണ്? മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഇൻഡസ് പീപ്പിളിനെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? മെലൂഹ എന്നാണ് വിളിച്ചിരുന്നത്. MELUHA നോട്ട് ചെയ്യുക. മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഇൻഡസ് പീപ്പിളിനെ വിളിച്ചിരുന്നത് മെലൂഹ എന്നായിരുന്നു. ഇത് പല രീതിയിൽ ചോദിക്കാം. ഡയറക്റ്റായിട്ട് മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഇൻഡസ് പീപ്പിളിനെ എന്തായിരുന്നു വിളിച്ചതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഡസ് പീപ്പിളിനെ മെലൂഹ എന്ന് വിളിച്ചിരുന്നത് ഏത് സിവിലൈസേഷനിലുള്ള ആൾക്കാരാണെന്ന് ചോദിക്കാം. ഏതാണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുള്ള ആൾക്കാരായിരുന്നു എന്ത് ഇൻഡസ് പീപ്പിളിനെ മെലൂഹ എന്ന് വിളിച്ചിരുന്നത്. മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. നമുക്ക് പറഞ്ഞതെല്ലാം ഒന്നുകൂടി നോക്കിയാലോ. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷന് കണ്ടംപററി ആയിട്ടുള്ള സിവിലൈസേഷൻ ഏതാണ്? അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഉണ്ട്. ഇനി മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഈജിപ്ഷ്യൻ പീപ്പിളിനെയല്ല ഇൻഡസ് പീപ്പിളിനെ വിളിച്ചിരുന്നത് എന്താണ്? നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ഇൻഡസ് പീപ്പിളിനെ വിളിച്ചിരുന്നതാണ് എന്ത്? മെലൂഹ എന്ന്, മറക്കരുത്. ഇനി ഇവർ തമ്മിൽ എന്തുണ്ടായിരുന്നു? ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ഇൻഡസ് സിവിലൈസേഷൻ എന്തുണ്ടായിരുന്നു? ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. നോട്ട് ചെയ്തോണം, മറക്കരുത്. ഇൻ വിച്ച് ഇയർ വാസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് ഡിസ്കവേർഡ്? ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യമായി ഡിസ്കവർ ചെയ്തത് എന്നായിരുന്നു? ഏത് വർഷമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാര്യം പറഞ്ഞു. എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുത്തെ എന്താണ് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അതുപോലെ തന്നെ എന്താണ് സൗത്ത് ബോർഡേഴ്സിലുള്ള സൈറ്റുകളെ കുറിച്ചും പറഞ്ഞു. ഇനിയും ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തന്നെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത സൈറ്റ് ഏതാണ്? ചോദ്യം വന്നിട്ടുള്ളതാണ്.
ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്? അത് വേറെ ഏതുമല്ല, അത് ഹാരപ്പ തന്നെയാണ്. അപ്പം ആദ്യമായി ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആദ്യമായി ഡിസ്കവർ ചെയ്ത സൈറ്റ് ഏതാണ്? ഹാരപ്പയാണ്. ഡിസ്കവർ ചെയ്ത വർഷം ഏതാണ്? നോട്ട് ചെയ്തോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? 1921 1921 എന്ത് ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത്. ഹാരപ്പയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത് ആ സൈറ്റല്ലേ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത വർഷം ഏതാണ്? ഹാരപ്പ ഡിസ്കവർ ചെയ്ത അതേ വർഷം 1921 എന്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് ഏതാണ്? അത് ഹാരപ്പയാണ്. വർഷം 1921. ഇനി ആരാണ് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ദയാറാം ഷാനിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? ദയാറാം ഷാനിയാണ്. 1921 നോട്ട് ചെയ്തോണം. ഇനിയും അവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ഏത്? മോഹൻജദാരോ. മോഹൻജദാരോ എന്നാണ് ഡിസ്കവർ ചെയ്യുന്നത്? 1922 ആരാണത് എക്സ്കവേറ്റ് ചെയ്യുന്നത്? RD ബാനർജിയാണ്. ആരാണ്? RD ബാനർജിയാണ്. നോട്ട് ചെയ്തോണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ചാഹുന്താരോ. ചാഹുന്താരോ എന്നാണ് ഡിസ്കവർ ചെയ്യുന്നത്? ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത് എന്നാണ്? 1925 ആരാണ് ഡിസ്കവർ ചെയ്യുന്നത്? ഏണസ്റ്റ് മക്കായി ആണ്. ഏണസ്റ്റ് മക്കായി, MACKAY. ഏണസ്റ്റ് മക്കായി ആണ് എന്ത് ചാഹുന്താരോ എന്ന സൈറ്റ് ഡിസ്കവർ ചെയ്യുന്നത് 1925. ഇനി അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് എന്ത്? ലോത്തൽ എന്ന് പറയുന്നത്. ലോത്തൽ എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്. ലോത്തൽ എവിടെയാണ്? ലോത്തൽ ഗുജറാത്തിലാണ്. ഈ പറയുന്ന ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ലോത്തൽ ഗുജറാത്തിലാണ്. ലോത്തൽ ഒരു പോർട്ട് സിറ്റിയാണ്. അതുപോലെ തന്നെ ലോത്തലിൻ്റെ ഒരു പ്രത്യേകതയാണ് ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് എവിടെ, ഏത് സൈറ്റിലാണുള്ളതെന്ന് ചോദിച്ചാലല്ല, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏത് സൈറ്റിലാണുള്ളത്? ലോത്തലിലാണുള്ളത്. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പം ലോത്തൽ എന്നാണ് എക്സ്കവേറ്റ് ചെയ്തത്? 1954 ആരാണ് ലോത്തൽ ഡിസ്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നത്? SR റാവു ആണ്. നോട്ട് ചെയ്യുക. അപ്പം ലോത്തൽ എക്സ്കവേറ്റ് ചെയ്യുന്നത് ആരാണ്? SR റാവു. 1954. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ഇത് കാളിബംഗൻ. കാളിബംഗൻ എവിടെയാണ്? രാജസ്ഥാൻ. കറുത്ത വളപ്പൊട്ടുകൾ അല്ലെങ്കിൽ കറുത്ത വളകൾ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണേത്? കാളിബംഗൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബാംഗിൾസ് എന്നറിയപ്പെടുന്ന ഒരു ഇൻഡസ് സൈറ്റാണേത്? കാളിബംഗൻ എന്ന് പറയുന്നത്. എവിടെയാണത്? രാജസ്ഥാനിലാണ്. ആരാണത് എക്സ്കവേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്? 1951 അമലാനന്ദ ഘോഷാണെന്ത് കാളിബംഗൻ എക്സ്കവേറ്റ് ചെയ്യുന്നത്. മറക്കരുത്, 1951 ആരാണ്? അമലാനന്ദ് ഘോഷാണ്. ഇനിയും അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ബനാവലി. ബനാവലി എവിടെയാണ്? ഹരിയാനയിലാണ്. ആരാണത് എക്സ്കവേറ്റ് ചെയ്യുന്നത്? RS ബിഷ്ടാണ്. RS ബിഷ്ടാണ്. വർഷം 1973. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ധോളവീര. ധോളവീര എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ്. ധോളവീരയെക്കുറിച്ച് വരാൻ സാധ്യതയുള്ളെങ്കിൽ വന്നിട്ടുള്ള ഒരു PYQ ആണ്. ഒരു ലാർജസ്റ്റ് വാട്ടർ റിസർവോയർ ഉള്ള ഒരു ഇൻഡസ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയ ഹ്യൂജ് വാട്ടർ റിസർവോയർ ഉള്ള ഇൻഡസ് സൈറ്റ് ഏതാണ്? ധോളവീരയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ആരാണ് ആദ്യമായി എക്സ്കവേറ്റ് ചെയ്യുന്നത്? JP ജോഷിയാണ്. 1967-68 കാലഘട്ടത്തിലാണ് JP ജോഷി എന്ത് ചെയ്യുന്നത്? ധോളവീര എക്സ്കവേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. നിങ്ങളിത് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് പഠിക്കാനായിട്ട്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും ഇത് എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പോയിന്റ്സ് എല്ലാം പറയാൻ പോവുകയാണ്. നോട്ട് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണെല്ലാം. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതുമാണ്. ഇനിയും വരാൻ നല്ല ചാൻസ് ഉള്ളതുമാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ വിച്ച് ഇയർ വാസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് ഡിസ്കവേർഡ്? എന്നാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ആദ്യമായി ഡിസ്കവർ ചെയ്തത്? നമ്മൾ പറഞ്ഞു ഇൻഡസ് സിവിലൈസേഷനിൽ ആദ്യമായി ഡിസ്കവർ ചെയ്യുന്ന സൈറ്റ് ഏതാണ്? ഹാരപ്പയാണ്. അതുകൊണ്ട് തന്നെ ഹാരപ്പ ഡിസ്കവർ ചെയ്തപ്പോൾ തന്നെ ആയിരിക്കുമല്ലോ ഇൻഡസ് വാലി സിവിലൈസേഷനും ഡിസ്കവർ ചെയ്തത്. വർഷം ഏതാണ്? 1921 ഹാരപ്പ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത് ആരാണ്? ദയാറാം ഷാനിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1921 ദയാറാം ഷാനിയാണ് എന്ത് ഹാരപ്പ സൈറ്റ് അല്ലെങ്കിൽ ഹാരപ്പ എന്ന സൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? ദയാറാം ഷാനി. 1921. ഹാരപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? മോഹൻജദാരോ ആണ്. 1922 തൊട്ടടുത്ത വർഷം. ഹാരപ്പ കണ്ടുപിടിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് എന്ത് മോഹൻജദാരോ ഡിസ്കവർ ചെയ്യുന്നത്. 1922 ആരാണ്? RD ബാനർജിയാണ്. RD ബാനർജിയാണ്. ഈ ഹാരപ്പയും മോഹൻജദാരോയും ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. മറക്കരുത്. ഹാരപ്പയും മോഹൻജദാരോയും ഇപ്പോൾ എവിടെയാണുള്ളത്? പാകിസ്ഥാനിലാണുള്ളത്. അടുത്ത സൈറ്റ് ഏതാണ് നമ്മൾ പറഞ്ഞത്?
ചാഹുന്താരോയാണ്. ചാഹുന്താരോയും എവിടെ തന്നെയാണ്? പാകിസ്ഥാനിൽ തന്നെയാണുള്ളത്. ആരാണത് ഡിസ്കവർ ചെയ്യുന്നത്? ഏണസ്റ്റ് മക്കായി ആണ്. വർഷം 1925 ആണ്. 1925 ഏണസ്റ്റ് മക്കായ്. ചാഹുന്താരോ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അടുത്ത നമ്മൾ പറഞ്ഞത് ലോത്തലിനെ കുറിച്ചാണ്. ലോത്തലിനെ കുറിച്ച് നമ്മൾ വേറെ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞു. എന്താണ്? പോർട്ട് സിറ്റിയാണ് എന്ത്? ലോത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉള്ള സൈറ്റ് എവിടെയാണ്? അത് ലോത്തലിലാണ്. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പം ലോത്തൽ ഡിസ്കവർ ചെയ്യുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത് ആരാണ്? 1954 ലോത്തൽ എക്സ്കവേറ്റ് ചെയ്യുന്നത് ആരാണ്? SR റാവു ആണ്. ലോത്തൽ SR റാവു 1954. അടുത്ത സൈറ്റ് കാളിബംഗനാണെന്ന് നമ്മൾ പറഞ്ഞു. കറുത്ത വളകൾ എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ത്? കാളിബംഗൻ. ബ്ലാക്ക് ബാംഗിൾസ് എന്നറിയപ്പെടുന്നതാണ് കാളിബംഗൻ. എവിടെയാണ്? കാളിബംഗൻ രാജസ്ഥാനിലാണുള്ളത്. കാളിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? അമലാനന്ദ ഘോഷ് 1951 1951 അമലാനന്ദ ഘോഷാണ് എന്ത്? കാളിബംഗൻ എക്സ്കവേറ്റ് ചെയ്യുന്നത്. അടുത്ത സൈറ്റ് നമ്മൾ പറഞ്ഞത് ബനാവലിയാണ്. ബനാവലി എവിടെയാണ്? ഹരിയാനയിലാണ്. ആരാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്? RS ബിഷ്ട് ആണ്. 1973 അപ്പോൾ ബനാവലി, RS ബിഷ്ട് 1973. അടുത്തത് ധോളവീര, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്. എന്താണ്? ഒരു ഹ്യൂജ് വാട്ടർ റിസർവോയർ കാണപ്പെടുന്ന സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മറക്കരുത്, ചോദിച്ചിട്ടുണ്ട്. ഹ്യൂജ് വാട്ടർ റിസർവോയർ കാണപ്പെടുന്ന സൈറ്റ് ഏതാണ്? അത് ധോളവീരയാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ആരാണ് ഡിസ്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നത്? JP ജോഷി. വർഷം 1967-68 കാലഘട്ടത്തിലാണ് JP ജോഷി എന്ത് ചെയ്യുന്നത്? ധോളവീര ഡിസ്കവർ ചെയ്യുന്നത്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ വാസ് ഹാരപ്പ സിറ്റുവേറ്റഡ്? ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്നത് 1921 ദയാറാം ഷാനിയാണെന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണ് ഹാരപ്പ എന്നും പറഞ്ഞു? ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അത് രവി നദിയുടെ തീരത്താണ്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹാരപ്പ രവി നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത ബാക്കി സൈറ്റുകളിലൂടെ നമുക്ക് നോക്കാം. മോഹൻജദാരോ 1922 RD ബാനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഏത് നദിയുടെ തീരത്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നദിയുടെ തീരത്തുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് നദിയുടെ തീരത്താണ് എന്തുള്ളത്? മോഹൻജദാരോ ഉള്ളത്. ചാഹുന്താരോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാണ്? 1925 ഏണസ്റ്റ് മക്കായിയാണ് ഡിസ്കവർ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ചാഹുന്താരോയും ഇപ്പോൾ പാകിസ്ഥാനിലാണുള്ളത്. ചാഹുന്താരോയും ഏത് നദിയുടെ തീരത്ത് തന്നെയാണ്? സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസിൻ്റെ തീരത്താണുള്ളത്. ലോത്തൽ ഗുജറാത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. SR റാവു 1954 ഡിസ്കവർ ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണ് ലോത്തലുള്ളത്? ഭോഗാവ നദിയുടെ തീരത്താണ്. BHOGAVA ഭോഗാവ നദിയുടെ തീരത്താണ് എന്തുള്ളത്? ലോത്തലുള്ളത്. കാളിബംഗൻ രാജസ്ഥാനാണെന്ന് നമ്മൾ പറഞ്ഞു. കറുത്ത വളകൾ എന്നറിയപ്പെടുന്ന സ്ഥലം. ആരാണ് ഡിസ്കവർ ചെയ്യുന്നത്? അമലാനന്ദ ഘോഷ് 1961 കാളിബംഗൻ ഡിസ്കവർ ചെയ്യുന്നത്. കാളിബംഗൻ ഏത് നദിയുടെ തീരത്താണ്? ഘഖർ നദിയുടെ തീരത്താണ്. കാളിബംഗൻ ഏത് നദിയുടെ തീരത്താണ്? ഘഖർ. ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ബനാവലി RS ബിഷ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്കവർ ചെയ്യുന്നത് 1973 ബനാവലി ഹരിയാനയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ബനാവലിയും ഏത് നദിയുടെ തീരത്ത് തന്നെയാണ്? ഖഖർ നദിയുടെ തീരത്ത് തന്നെയാണ്. അടുത്തത് ധോളവീര എവിടെയാണ്? ഗുജറാത്തിലാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. JP ജോഷിയാണ് ഡിസ്കവർ ചെയ്യുന്നത്. 1967-68 കാലഘട്ടത്തിൽ. ഏത് നദിയുടെ തീരത്താണ് ധോളവീര ഉള്ളത്? ലൂണി നദിയുടെ തീരത്താണുള്ളത്. ലൂണി നദിയുടെ തീരത്താണെന്ത്? ധോളവീര സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? ഹാരപ്പ രവി നദിയുടെ തീരത്താണ് എന്ത്? ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്യുന്നത്. മോഹൻജദാരോയിലേക്ക് വരുമ്പോൾ എവിടെയാണ്? ഇൻഡസിൻ്റെ തീരത്താണ്. സിന്ധുവിൻ്റെ തീരത്താണ്. ചാഹുന്താരോയും മോഹൻജദാരോയും ഏത് നദിയുടെ തീരത്താണ്? ഇൻഡസിൻ്റെ തീരത്താണ്. സിന്ധു നദിയുടെ തീരത്താണ് ഏതുള്ളത്? മോഹൻജദാരോയും ചാഹുന്താരോയും ഉള്ളത്. ഇനി ലോത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോത്തൽ ഏത് നദിയുടെ തീരത്താണുള്ളത്? അത് ഭൊഗാവ നദി. നമ്മൾ ഓപ്ഷനിൽ രണ്ടാമത് കിടക്കുന്ന ഭൊഗാവ നദിയുടെ തീരത്താണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ലോത്തൽ എന്ന് പറയുന്ന ഇൻഡസ് സൈറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കാളിബംഗൻ എവിടെയാണ്? ഖഖറിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ ബനാവലി ഹരിയാനയിലുള്ള ബനാവലിയും എവിടെ തന്നെയാണ്? ഖഖർ നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ധോളവീര ഗുജറാത്തിലെ ഹ്യൂജ് വാട്ടർ റിസർവോയർ ഉള്ള ധോളവീര എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ലൂണി നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മറക്കരുത്, വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണെല്ലാം. വിച്ച് ഈസ് ദ ഓൺലി ഹാരപ്പൻ സൈറ്റ് വിത്തൗട്ട് എ സിറ്റാഡൽ? സിറ്റാഡൽ ഇല്ലാത്ത ഒരു ഹാരപ്പൻ സൈറ്റ്, സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ എന്നറിയപ്പെടുന്ന ഒരു ഹാരപ്പൻ സൈറ്റാണ് എന്ത്? ചാഹുന്താരോ എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്തിക്കെട്ടിയ ഭാഗം അല്ലെങ്കിൽ ഒരു മതിൽ, ഒരു കോട്ട എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് എന്ത്? സിറ്റാഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ചാഹുന്താരോയാണ്. നമ്മൾ പറഞ്ഞു ഇൻഡസ് സൈറ്റ് ചാഹുന്താരോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ചാഹുന്താരോ ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസിൻ്റെ തീരത്താണ് എന്തുള്ളത്?
ചാഹുന്താരം ഉള്ളത്? ഇപ്പോൾ പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞു. ഡിസ്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത് എന്നാണ്? 1925 ഏണസ്റ്റ് മക്കായിയാണ് എന്ത് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ചാഹുന്താരോയാണ് എന്ത് സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ എന്നറിയപ്പെടുന്നത്. ഇൻഡസ് സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണെന്ത് ചുറ്റുമുള്ള കോട്ടകൾ അല്ലെങ്കിൽ കോട്ടം മതിൽ എന്നൊക്കെ പറയുന്ന ഒരു വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട സിറ്റിയാണ് അല്ലെങ്കിൽ എന്താ എവിടെയുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷൻസിൽ മൊത്തം ഉള്ളത്. അതിലൊരു എക്സെപ്ഷണൽ കേസാണ് എന്ത് ചാഹുന്താരോ എന്ന് പറയുന്നത്. ചാഹുന്താരോ മാത്രമായിരുന്നു എന്ത് സിറ്റാഡൽ ഇല്ലാത്ത ഒരു സിറ്റി. ഇൻഡസ് സിവിലൈസേഷനിൽ സിറ്റാഡൽ ഇല്ലാത്ത ഒരു സിറ്റി ഏത് മാത്രമായിരുന്നു? ചാഹുന്താരോ മാത്രമായിരുന്നു. ഇനി നോക്കിയേ, ചാഹുന്താരോയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQ അല്ലെങ്കിൽ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാഹുന്താരോയിലാണെന്ത് ഇങ്ക് പോട്ട്, ലിപ്സ്റ്റിക്കിൻ്റെയും ഇങ്ക് പോട്ടിൻ്റെയും ഒക്കെ എവിഡൻസ് കണ്ടെത്തിയത് ഏത് ഇൻഡസ് സൈറ്റിൽ നിന്നാണ്? ചോദ്യം വന്നിട്ടുള്ളതാണ്. ഏത് ഇൻഡസ് സൈറ്റിൽ നിന്നാണ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഇങ്ക് പോട്ടും മഷിക്കുപ്പികളും ലിപ്സ്റ്റിക്കും ഒക്കെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ചാഹുന്താരോയിൽ നിന്നാണ്, മറക്കരുത്. അതുപോലെ തന്നെ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ്, എന്താണ് മുത്തുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ഒക്കെ എവിടെയാണ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് ഏത് സൈറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ചാഹുന്താരോയിൽ നിന്നാണ്. ചാഹുന്താരോയിൽ നിന്ന് മാത്രമല്ല ലോത്തലിൽ നിന്നും എന്താണ് ബീഡ് മേക്കിംഗ് ഫാക്ടറീസിൻ്റെയൊക്കെ എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് എവിടെയാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ പലതിലും എന്താണ് പല പല ഉത്തരങ്ങളായിരുന്നു. എന്താണ് ഓപ്ഷൻസ് വരുമ്പോൾ വ്യത്യാസം വരും. അപ്പം ലോത്തലാണ് ഓപ്ഷനിലുള്ളെങ്കിൽ ഏതാണ് ഉത്തരം എഴുതേണ്ടത്? നമ്മൾ ലോത്തലാണ് എഴുതേണ്ടത്. ഇനിയും ചാഹുന്താരോയാണുള്ളതെങ്കിൽ ഏതാണ്? ചാഹുന്താരോയാണ് എഴുതേണ്ടത്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ മാറ്റി എഴുതിക്കോണം. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ഉള്ളത് എവിടെയൊക്കെയാണ്? ലോത്തലിലുമുണ്ട്, അതുപോലെ തന്നെ ചാഹുന്താരോയിലുമുണ്ട്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ ഏതാണ്? ചാഹുന്താരോയാണ്. ഇങ്ക് പോട്ടും ലിപ്സ്റ്റിക്കും മഷിക്കുപ്പികളും ലിപ്സ്റ്റിക്കും ഒക്കെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ചാഹുന്താരോയിൽ നിന്നാണ്. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇംപ്രിന്റ് ഓഫ് ഡോഗ്സ് പോ ഓൺ എ ബ്രിക്ക്, എന്താണ് ഒരു ബ്രിക്കിൽ, ഒരു ഇഷ്ടിക കട്ടയിൽ ഒരു പട്ടിയുടെ, അതായത് ഒരു നായയുടെ പോ പ്രിന്റ്, കാലിൻ്റെയോ കൈയുടെയൊക്കെ എന്താണ് പ്രിന്റ് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? അതും എവിടെ നിന്നാണ്? ചാഹുന്താരോയിൽ നിന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപ്രിന്റ് ഓഫ് എ ഡോഗ്സ് പോ ഓൺ എ ബ്രിക്ക്, ഒരു ഇഷ്ടിക കട്ടയിൽ അല്ലെങ്കിൽ ഒരു കല്ലിൽ ഡോഗ്സ് പോയുടെ ഇംപ്രിന്റ് കണ്ടെത്തിയത് എവിടെ നിന്നാണ്? അതും ചാഹുന്താരോയിൽ നിന്നാണ്. ടെറാക്കോട്ട മോഡൽ ഓഫ് ബുള്ളോക്കാർട്ട്, കാളവണ്ടിയുടെ ടെറാക്കോട്ട മോഡൽ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ചാഹുന്താരോയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ടെറാക്കോട്ട മോഡൽ ഓഫ് എ ബുള്ളോക്കാർട്ട്. നോട്ട് ചെയ്ത് വെച്ചോണം, പഠിച്ചോണം, നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ എന്താണ് പല പല സൈറ്റിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട മോഡൽസും അതുപോലെ തന്നെ പ്ലവ് കലപ്പകളും ഒക്കെ ഒരുപാട് സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മറന്നു പോകാനും എളുപ്പമുള്ള ഒരു ഭാഗമാണെന്ത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ടെറാക്കോട്ട മോഡൽ ഓഫ് ബുള്ളോക്കാർട്ട്, അതുപോലെ തന്നെ ബ്രോൺസ് ടോയ് കാർട്ട്, ഇതെല്ലാം എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? ചാഹുന്താരോയിൽ നിന്നാണ്. സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ ഏതാണ്? ചാഹുന്താരോയാണ്. ചാഹുന്താരോ കണ്ടെത്തിയ വർഷം 1925. ആരാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്? ഏണസ്റ്റ് മക്കായിയാണ്. ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണുള്ളത്. ഏത് നദിയുടെ തീരത്താണ്? ഇൻഡസ് നദിയുടെ തീരത്താണ്. സിറ്റി വിത്തൗട്ട് സിറ്റാഡലാണ് ചാഹുന്താരോ. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കുകളും മഷിക്കുപ്പികളും ഒക്കെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ചാഹുന്താരോയിൽ നിന്നാണ്. ഡോഗ്സ് പോയുടെ ഇംപ്രിന്റ് ഒരു ബ്രിക്കിൽ നിന്ന് കണ്ടെത്തിയത് എവിടെയാണ്? ചാഹുന്താരോയിലാണ്. ടെറാക്കോട്ട മോഡൽ ഓഫ് ബുള്ളോക്കാർട്ട്, അതുപോലെ തന്നെ ടോയ് കാർട്ടൊക്കെ എവിടെ നിന്നാണ്? ബ്രോൺസ് ടോയ് കാർട്ടൊക്കെ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? അതും ചാഹുന്താരോയിൽ നിന്നാണ്. ബീഡ് മേക്കിംഗ് ഫാക്ടറീസ് ഉള്ളത് എവിടെയാണ്? ലോത്തലിലുമുണ്ട്, അതുപോലെ തന്നെ ചാഹുന്താരോയിലുമുണ്ട്. നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ലോത്തലിലാണ്. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിലാണ്, മറക്കരുത്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, റോപ്പർ. റോപ്പർ എന്ന് പറയുന്ന ഇൻഡസൈറ്റ് എവിടെയാണുള്ളത്? പഞ്ചാബിലാണുള്ളത്. ഏത് നദിയുടെ തീരത്താണ്? സത്ലജ് നദിയുടെ തീരത്താണ്. അപ്പം റോപ്പർ എവിടെയാണ്? പഞ്ചാബിലാണ്. ഏത് നദിയുടെ തീരത്താണുള്ളത്? സത്ലജ് നദിയുടെ തീരത്താണുള്ളത്. ഇനി റോപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോഗ്സിനെ ഹ്യൂമൻസിൻ്റെ ബിലോയിൽ അടക്കം ചെയ്തിരിക്കുന്നതായിട്ട് എവിഡൻസ് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? റോപ്പറിൽ നിന്നാണ്. നായകളെ മനുഷ്യന് കീഴിൽ അടക്കം ചെയ്തിരിക്കുന്നതായിട്ടുള്ള എവിഡൻസ് കിട്ടിയിരിക്കുന്നത് ഏത് സൈറ്റിൽ നിന്നാണ്? റോപ്പറിൽ നിന്നാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? നായകളെ മനുഷ്യന് കീഴിൽ അടക്കം ചെയ്തതിൻ്റെ എവിഡൻസ് കിട്ടിയിരിക്കുന്ന സൈറ്റ് ഏതാണ്? റോപ്പറാണ്. റോപ്പർ എവിടെയാണ്? പഞ്ചാബിലാണ്. ഏത് നദിയുടെ തീരത്താണുള്ളത്? സത്ലജ് നദിയുടെ തീരത്താണുള്ളത്. അടുത്ത ഓപ്ഷൻ നോക്കി, ആലംഗീർപൂർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് എന്ത്? ആലംഗീർപൂർ എന്ന് പറയുന്നത്. എവിടെയാണത്? അത് ഉത്തർപ്രദേശിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ആലംഗീർപൂർ ആണെന്ത്? ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, മറക്കരുത്, നോട്ട് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് വാസ് ദ ഫസ്റ്റ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? ആദ്യമായി മനുഷ്യൻ ഡിസ്കവർ ചെയ്തതും കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ യൂസ് ചെയ്തതുമായുള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അത് കോപ്പറാണ്. ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നോട്ട് ചെയ്യുക, മറക്കരുത്. ഫസ്റ്റ് ഡിസ്കവേർഡ് മെറ്റൽ ബൈ ഹ്യൂമൻ ബീയിങ്സ് ഏതാണ്? അത് കോപ്പറാണ്. ആദ്യമായി കണ്ടുപിടിച്ചതും യൂസ് ചെയ്തതുമായ മെറ്റൽ ഏതാണ്? കോപ്പറാണ്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്?
കോപ്പർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രോൺസ്, സിൽവർ, ഗോൾഡ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കോപ്പറും ബ്രോൺസുമാണ് മെയിനായിട്ട് ആയുധങ്ങളും ടൂൾസ് വെപ്പൺസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഏതാണ്? കോപ്പറും ബ്രോൺസുമാണ്. പിന്നെ എന്താണ്, വെസൽസ് ഉണ്ടാക്കാനും യൂസ് ചെയ്തിരുന്നു, ഓർണമെന്റ്സ് ഉണ്ടാക്കാനും എല്ലാം എന്ത് ചെയ്തിരുന്നു, ഈ കോപ്പറും ബ്രോൺസും യൂസ് ചെയ്തിരുന്നു. മെയിനായിട്ടും ടൂൾസും വെപ്പൺസും ഉണ്ടാക്കാനായിരുന്നു എന്ത്, ഈ കോപ്പറും ബ്രോൺസും യൂസ് ചെയ്തിരുന്നത്. ഇനി ഗോൾഡും സിൽവറും ഒക്കെ അവരെന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? ഓർണമെന്റ്സും അതുപോലെ തന്നെ വെസൽസും ഉണ്ടാക്കാനായിട്ടാണ് എന്ത്, ഗോൾഡും സിൽവറും യൂസ് ചെയ്തിരുന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇൻഡസ് പീപ്പിളിന് അറിവില്ലാതിരുന്നതായ ഒരു മെറ്റൽ ഉണ്ടായിരുന്നു. ഏതാണ്? അത് അയൺ ആണ്. ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ് പീപ്പിളിന് താഴെ പറയുന്നവയിൽ ഏത് മെറ്റലിനെ കുറിച്ചാണ് യാതൊരു അറിവും ഉണ്ടാകാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണത്? അത് അയൺ ആണ്. അയണിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവർ ആ കാലഘട്ടത്തിൽ എന്താണ്, അയൺ യൂസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു മെറ്റൽ ഉണ്ടെന്ന് പോലും എന്തായിരുന്നു, അവർക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അപ്പം എന്താണ്, ഇൻഡസ് പീപ്പിളിന് എന്തിനെക്കുറിച്ചാണ് ഒരു അറിവുമില്ലായിരുന്നത്? ഏത് മെറ്റലിനെ കുറിച്ചാണ്? അയണിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവും അല്ലെങ്കിൽ യാതൊരു അറിവും എന്താണ്, ആ കാലത്തിൽ ഇല്ലായിരുന്നു. ഒന്നുകൂടെ നോക്കിയേ. അപ്പോൾ ഫസ്റ്റ് ആദ്യമായി ഹ്യൂമൻ ബീയിങ് കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ യൂസ് ചെയ്തതുമായിട്ടുള്ള മെറ്റൽ ഏതാണ്? കോപ്പറാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? കോപ്പറുണ്ട്, ബ്രോൺസ് ഉണ്ട്, സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ഉണ്ട്. അവർ ഏതാണ് യൂസ് ചെയ്യാത്ത മെറ്റൽ അല്ലെങ്കിൽ അവർക്ക് യാതൊരു അറിവും ഇല്ലാതിരുന്ന മെറ്റൽ ഏതായിരുന്നു? അത് അയൺ ആയിരുന്നു. മറക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ? താഴെ പറയുന്നവയിൽ ഏത് ഹാരപ്പൻ സൈറ്റ് ആണ് അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PYQയിൽ വളരെയധികം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2 ഹാരപ്പൻ സൈറ്റ് മാത്രമേ എവിടെയുള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? അത് ഷോത്തുഗായിയും അതുപോലെ തന്നെ മുണ്ടിഗാക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ഷോർട്ടുഗായ്, SHORTUGAI. ഷോർട്ടുഗായ് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടിഗാക്ക്, MUNDIGAK. ഈ 2 സൈറ്റ് മാത്രമേ, ഈ 2 ഹാരപ്പൻ സൈറ്റ് മാത്രമേ എവിടെയുള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന 2 ഹാരപ്പൻ സൈറ്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഷോർട്ടുഗായും അതുപോലെ തന്നെ മുണ്ടിഗാക്കുമാണ്. ഇനിയും അടുത്ത ഓപ്ഷൻ നോക്കിയേ, ബലാക്കോട്ട്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ബലാക്കോട്ട് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. നോട്ട് ചെയ്യുക. ബലാക്കോട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ്. അടുത്ത സൈറ്റ് നോക്കി, നാഗേശ്വർ. നാഗേശ്വർ എവിടെയാണ്? ഗുജറാത്തിലാണ്. നാഗേശ്വർ എന്ന് പറയുന്ന ഹാരപ്പൻ സൈറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അടുത്തത് കാളിബംഗൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബ്ലാക്ക് ബാംഗിൾസ്, കറുത്ത വളകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഹാരപ്പൻ സൈറ്റാണ് ഇത്. കാളിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ് ഇത് എക്സ്കവേറ്റ് ചെയ്യുന്നത്? അത് അമലാനന്ദ ഘോഷാണ്. വർഷം 1951. ഏത് നദിയുടെ തീരത്താണ് കാളിബംഗൻ എന്ന് നമ്മൾ പറഞ്ഞു? എവിടെയാണ്? ഖഖർ നദിയുടെ തീരത്താണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന 2 ഹാരപ്പൻ സൈറ്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഷോർത്തുഗായും അതുപോലെ തന്നെ മുണ്ടിഗാക്കുമാണ്. അടുത്തത് ബലാക്കോട്ട്. ബലാക്കോട്ട് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. മറക്കരുത്, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, നാഗേശ്വർ. നാഗേശ്വർ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. നാഗേശ്വർ ഗുജറാത്തിലാണ്. ഇനി കാളിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അമലാനന്ദ ഘോഷ് 1951 എക്സ്കവേറ്റ് ചെയ്യുന്നു. കാളിബംഗൻ ഏത് നദിയുടെ തീരത്ത്? ഖഖർ നദിയുടെ തീരത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെഷൻസിൽ നിന്നും നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നമ്മൾ വേദിക് പീരീഡ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് റിവേഴ്സ്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഹാരപ്പ രവി നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ആ രവി നദിയുടെ വേദിക് നെയിം എന്താണ്? നിങ്ങൾ അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രവി നദിയുടെ വേദിക് നെയിം എന്താണ്? അതുപോലെ തന്നെ ചെനാബിൻ്റെ വേദിക് നെയിം എന്താണ്? രണ്ടിൻ്റെയും വേദിക് നെയിം എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാമെങ്കിൽ എന്താണ് ബാക്കിയുള്ള നദികളുടെ, അതായത് ആ പീരീഡിൽ വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എത്ര നദികളാണെന്ന് നമ്മൾ പഠിച്ചു. ആ നദികളുടെ എല്ലാം എന്താണ് വേദിക് നെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രത്യേകമായിട്ട് ഏതിൻ്റെ കമൻറ്റ് ചെയ്യണം? രവിയുടെയും അതുപോലെ തന്നെ ചെനാബിൻ്റെയും എന്ത് ചെയ്യുക? വേദിക് നെയിം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് ബാക്കിയുള്ള നദികളുടെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ PYQ സീരീസിൻ്റെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SSCക്കും RRBക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പാർട്ട് 2 PYQമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.